ഹലോ, ഇന്ന് നമുക്ക് അധികം ഇൻട്രോ ഒന്നും വേണ്ട, നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള മുഗലായി ചിക്കൻ ഉണ്ടാക്കാം. ആദ്യം നമുക്ക് ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്ത് മാറ്റി വെക്കുക. അപ്പോൾ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക, മുളക് പൊടി, ഒരു കളറിന് വേണ്ടി കാശ്മീരി ചില്ലി പൗഡർ ആഡ് ചെയ്തിട്ടുണ്ട്, മഞ്ഞൾപ്പൊടി, ചെറുനാരങ്ങ നീര്, 2 സ്പൂൺ തൈര്, ഇത്രയാക്കി നന്നായിട്ട് കൈകൊണ്ട് തന്നെ അങ്ങ് മിക്സ് ചെയ്ത് ഇതങ്ങ് മാറ്റി വെക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ചിക്കൻ മാരിനേഷൻ ആ പണി അങ്ങ് തീർന്നു. പിന്നെ നമുക്ക് വേണ്ടത് അരച്ചെടുക്കാൻ ഒരു പേസ്റ്റ് വേണം. അതിനായിട്ട് നമ്മുടെ ബിരിയാണിക്കൊക്കെ നമ്മൾ സവാള നന്നായി ബ്രൗൺ കളറാക്കില്ല, അതേപോലെ ബ്രൗൺ കളറാക്കണം സവാള. എന്നിട്ട് ഇതൊരു മിക്സിയുടെ ജാറിക്കിടുക. അതിൻ്റെ കൂടെ തന്നെ അണ്ടിപ്പരിപ്പ്, ബദാം, കുറച്ച് റിച്ച് ഫുഡാണ്. പിന്നെ വെളുത്തുള്ളി, ഇഞ്ചി, 3 സ്പൂൺ തൈര്, ഇത്രയും കൂടി പേസ്റ്റാക്കി മാറ്റി വെക്കണം. പിന്നെ ഒരു കടായി പാനിക്ക് നമ്മുടെ ഗ്രാമ്പു, പട്ട, ഏലക്ക, ബേ ലീഫ്, ഇതിലേക്ക് നമ്മുടെ മാരിനേറ്റ് ചെയ്ത ചിക്കനും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റണം. ഈ സമയം കൂടി ഞാൻ പീക്കൂസ് എവിടെ നോക്കിയപ്പോൾ അവൾ നന്നായിട്ട് സുഖമായി ഉറങ്ങിയിട്ടോ പാവം. അങ്ങനെ നമ്മുടെ പിന്നെ അരച്ച് വെച്ച ആ പേസ്റ്റ് ഉണ്ടല്ലോ, അതും മിക്സ് ചെയ്ത് കൊടുക്കണം. ഒന്ന് ചിക്കൻ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഒരു സ്മെല്ല് വരും, അത് ഭയങ്കര കുതിപ്പിക്കുന്നൊരു മണമാണ്. അതിലേക്ക് പൊടികൾ മല്ലിപ്പൊടി, ഗരം മസാലപ്പൊടി, മുളക് പൊടി, ഉപ്പ്, ഇത്രയും പൊടികൾ. ഇതിപ്പോൾ ഭയങ്കര തിക്ക് ഗ്രേവി അല്ലേ, അതിൽ കുറച്ച് വെള്ളം കൂടി ഒഴിക്കാം കേട്ടോ നമുക്ക്. ആ വെള്ളം കൂടി ഒഴിച്ച് നമ്മുടെ വീട്ടിൽ നിന്ന് ഫ്രഷായി പൊട്ടിച്ച ബേ ലീഫും കൂടി ഇട്ടിട്ട് അടച്ച് വെക്കണം. ഞാൻ ഇവിടുത്തെ ചൂട്, എൻ്റെ പൊന്നി ചൂട് കാരണം മനുഷ്യൻ ദാഹിച്ചൊരു വയസ്സ് കൂട്ടോ. അങ്ങനെ കുക്കായിന്ന് ഉറപ്പായി കഴിഞ്ഞാൽ മൂടി അങ്ങോട്ട് തുറന്ന ഫ്രഷ് ബേ ലീഫിൻ്റെ മണവും ഒക്കെ ആയി പ്രത്യേകം മണം. എന്നിട്ട് ജീരകപ്പൊടി കുറച്ചും കൂടി ഇടാം. എല്ലാം കറക്റ്റ്, സൂപ്പർ.